നമസ്കാരം. കൈരളി ടിവിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഈയിടെയായി പുറത്തു വരുന്നുണ്ട്. എന്നാൽ കൈരളി ചാനൽ ഉടൻ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൈരളി ചാനൽ 4 വർഷത്തിലകം ലാഭത്തിലാകുമെന്നും ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് കിട്ടുമെന്നും വാഗ്ദാനം ചെയ്ത് DPM സംഘടന രേഖ പാർട്ടി കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഹരി ഉടമ ഡോക്ടർ അസാദാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങളും വിലയിരുത്തപ്പെടലുകളും ഇതിനോടകം തന്നെ ഉയരുന്നുമുണ്ട്. കൈരളി ഓഹരി ഉടമകളെ വഞ്ചിച്ച് ഡിവിഡൻഡ് നിക്ഷേപിക്കുകയും 10,000 രൂപയിൽ താഴെയുള്ള ഓഹരികളെ അസാധുവാക്കുകയും ചെയ്ത 2017 ഡയറക്ടർ ബോർഡ് തീരുമാനത്തെയാണ് ഡോക്ടർ അസാദ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ വെളിപ്പെടുത്തൽ വന്നതോടെ ചാനലിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമായെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. കൈരളിയിലെ തട്ടിപ്പിൽ CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നതിന്റെ തെളിവും സംഘടനാ രേഖയിലുണ്ട്. കൈരളിയിൽ പാർട്ടി അംഗങ്ങളെല്ലാം കുറഞ്ഞത് 100 രൂപയുടെ ഓഹരിയെങ്കിലും എടുത്തിരിക്കണം. ഇത് നിർദ്ദേശിക്കുന്നതാണ് പാർട്ടി രേഖ. ഇതനുസരിച്ച് 10,000 രൂപയിൽ താഴെയുള്ള ഓഹരികൾ എടുത്തവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് MD ജോൺ ബ്രിട്ടാസ് കമ്പനി നയം ഏകപക്ഷീയമായി മാറ്റിയത്. കൈരളിയെ എക്കാലവും നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നിഷേധിക്കാൻ നിയമവിരുദ്ധ കുൽസിത മാർഗവും ബ്രിട്ടാസ് ഏർപ്പെടുത്തി. കൈരളിയുടെ പരസ്യ പരിപാടി വരുമാനങ്ങൾ കീശയിലാക്കാൻ ജോൺ ബ്രിട്ടാസ് ഡയറക്ടറായ 3 സ്വകാര്യ കമ്പനികൾ ആരംഭിച്ചു. കൈരളി അറേബ്യ, MCL പ്രൈവറ്റ് ലിമിറ്റഡ്, കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്കാണ് ഭൂരിഭാഗം പരസ്യ വരുമാനവും എത്തുന്നത്. ഇതിന്റെ കണക്കുകൾ കൈരളി ചാനലിന്റെ ഉടമസ്ഥ സ്ഥാപനമായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ അക്കൗണ്ടിൽ എത്തുന്നില്ല. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബ്രിട്ടാസിന്റെ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യാൻ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് പോലും ഭയമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഡയറക്ടർമാരായിരുന്ന സഖാക്കൾ തട്ടിയെടുത്തതുപോലെ കൈരളിയും സംഭവിക്കുമെന്നാണ് ആശങ്ക. ഈ ആശങ്കയാണ് ഡോക്ടർ അസാദ് ഇപ്പോൾ പ്രകടമാക്കുന്നത്. അതേസമയം സൂപ്പർ ഹിറ്റ് ചിത്രമായ വല്യേട്ടൻ കൈരളി ചാനലിലെ സംപ്രേഷണത്തെ തുടർന്ന് നിരവധി ട്രോളുകൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിന്റെ ചർച്ചകളൊക്കെ ഇപ്പോൾ ചൂടുപിടിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണവും കൈരളി ചാനലിനെതിരെ ഉയരുന്നത്. ഏത് വിശേഷ ദിവസങ്ങളിലും പ്രധാന ചിത്രമായി കൈരളിയിൽ വല്യേട്ടൻ പ്രദർശിപ്പിക്കാറുണ്ട്. മറ്റ് വിനോദ ചാനലുകൾ പുതിയ ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ എക്കാലത്തും കൈരളിയുടെ മാസ്റ്റർ പീസാണ് വല്യേട്ടൻ. കൈരളിക്ക് വല്യേട്ടന്റെ ചാനൽ റൈറ്റ് കൊടുത്തതിനെ പറ്റി നിർമ്മാതാവ് ബൈജു അമ്പലക്കര ഈയിടെ തുറന്നു പറഞ്ഞിരുന്നു. അതും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലാണ് പുതിയ ആരോപണം കൈരളി ചാനലിന് നേരിടേണ്ടി വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.